ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചൂട് ഭയങ്കര ക്ലൈമറ്റൊക്കെ നല്ല ചൂടായിട്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും പുറത്ത് പോകുമ്പോൾ നന്നായി ഒരു സൺഗ്ലാസ് വെക്കുക. അതുപോലെ വെള്ളം എപ്പോഴും പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴും ഒരു ബോട്ടിൽ വെള്ളം വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. അതുപോലെ കുട മറക്കാതിരിക്കുക, കുട എടുക്കുക. അതുപോലെ പ്രധാനമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സൺസ്ക്രീനിൻ്റെ അത് ലോഷനായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ സൺസ്ക്രീം ആയിട്ടാണെങ്കിലോ നിങ്ങൾ കൊണ്ടുപോവുക. അത് ഫേസിലും കയ്യിലും നമുക്ക് സൂര്യപ്രകാശം ഏൽക്കുന്ന ഏരിയകളിൽ തീർച്ചയായിട്ടും ആ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പം അത് ഇപ്പോൾ 1 ഡേ ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കരുതുക. ഒരു 1.5-2 മണിക്കൂർ ഇടവിട്ട് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. കാര്യം ഒരു 2 മണിക്കൂറിൽ കൂടുതലൊന്നും സൺസ്ക്രീമിൻ്റെ ആ ഒരു ഇത് നിൽക്കില്ല നമ്മുടെ ബോഡിയിൽ. അപ്പോൾ അത് 2 മണിക്കൂർ ഇടവിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്യണം. ഇത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ സ്കാർഫ് വെച്ചിട്ട് ഫേസ് ഒന്ന് മറയ്ക്കുന്നതും അതിൽ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ഇനി പിമ്പിൾസ്, ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പിമ്പിൾസിനെ കുറിച്ചാണ്. അപ്പോൾ ഒട്ടേറെ കമൻറ്റ് വന്നതാണ് പിമ്പിൾസിനെ കുറിച്ച്. ഞാനപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇന്നിപ്പം ഞാൻ പിമ്പിൾസിന് കുറച്ച് കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പറയാം. പിന്നീട് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കൂടി. അപ്പം പിമ്പിൾസ് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിൽ ഓയിലി സ്കിന്നുകാർക്കാണ് പിമ്പിൾസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. നമ്മുടെ സ്കിൻ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്കിന്നിൽ തന്നെയുള്ള സെബേഷ്യസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന സേബം, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ്. അപ്പോൾ അതാണ് ഓയിൽ കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് സെബേഷ്യസ് ഗ്ലാൻഡാണ്. അതിൻ്റെ പ്രവർത്തനം ഓവറായിട്ട് അല്ലെങ്കിൽ കൂടുകയും അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്കൊരു സ്കിൻ ഡോക്ടറിനെയോ മറ്റോ കണ്ട് നമ്മൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഓവറായിട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസിൽ എല്ലായിടത്തും ഇതുപോലെ പിമ്പിൾസ് ഉണ്ടാകുന്നുവെങ്കിൽ അത് ആ ഒരു ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രശ്നമാണ്. അത് ഒരു സ്കിൻ ഡോക്ടറിനെ തന്നെ കൊണ്ടുപോയി കാണിക്കുക. പിന്നെ അതല്ല, കുറച്ച് മാത്രമുള്ളവർക്ക് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് മാർഗങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് ഞാൻ പറയുന്നു, മിനിമം അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 10 ഗ്ലാസ് വെള്ളമെങ്കിലും ദിവസം കുടിക്കുക. ഓക്കെ, അപ്പം അത് നിങ്ങൾ ഫസ്റ്റ് അതൊന്ന് ചെയ്യുക. പിന്നീട് ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ഗ്രീൻ ടീ കുറച്ച് ഐസ് ക്യൂബ്സോ മറ്റോ ആക്കി തലേന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നമുക്ക് ഐസ് ഡ്രൈലാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ മോർണിംഗ് നമുക്ക് ഐസ് ക്യൂബായിട്ട് കിട്ടും. ഈ ഐസ് ക്യൂബ് പിന്നെ ഗ്രീൻ ടീയുടെ ഐസ് ക്യൂബ് ഒന്ന് ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് നമ്മുടെ ഈ പിമ്പിൾസ് ഉള്ള ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് എന്ന് വെച്ചിട്ട് ആ ഐസ് ക്യൂബ് ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ നമ്മളുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. ഇത് ഒരു 2 ടൈംസ് ഡെയിലി നമുക്ക് 2 ടൈംസ് 2 നേരം ചെയ്യുക. പിന്നെ ഇനി ഞാൻ പറയുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഉറങ്ങുന്നതിന് മുൻപ് നമ്മുടെ ലെമൺ ജ്യൂസ് ഞാൻ ഇതായിട്ട് പറയില്ല, ചിലർക്ക് അലർജി ഉണ്ടാകാം. അപ്പോൾ അത് തൊലി പൊട്ടാനും ഒക്കെ സാധ്യത ഉണ്ടാകാം. എന്നിരുന്നാൽ പോലും ലെമണിന് നമ്മുടെ പിമ്പിൾസിനെ ഇല്ലാതാക്കാൻ കഴിയുന്ന വലിയൊരു ഭയങ്കര കഴിവാണുള്ളത്. അതിൻ്റെ സിട്രിക് ആസിഡ് അല്ലെങ്കിൽ അത് നമ്മുടെ പിമ്പിൾസിനെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. അപ്പം ലെമൺ ജ്യൂസിലേക്ക് നമ്മളൊരു കോട്ടൺ ബോൾ എടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾക്ക് ആ മുഖക്കുരുള്ള ഭാഗത്ത് മാത്രം, അത് വേറൊന്നുമല്ല, പിമ്പിൾസ് ഉള്ളിടത്ത് ഒന്ന് പുരട്ടിയിട്ട് ആ ഒരു നാരങ്ങ നീര്, ഒരിക്കലും നമ്മൾ പിമ്പിൾസ് ഉള്ളിടത്ത് നമ്മുടെ കൈ അധികമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഒന്ന് കോട്ടൺ ബോളിൽ ലെമൺ ജ്യൂസിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ പിമ്പിൾസ് ഉള്ള ഭാഗത്തൊന്ന് മുക്കി വെക്കുക. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അത് രാത്രി കിടക്കുന്നതിന് മുൻപ് ചെയ്യുക. രാവിലെ ഫേസ് ഒന്ന് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയുക. അപ്പോൾ ഇത് ഞാനൊരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞത്. അല്ലാതെ ഞാൻ ഇപ്പം 10 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് കൂടാതെ ദിവസവും 2 നേരം മുഖം കഴുകുക. അതും ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക. ഇല്ലെങ്കിൽ ടവല് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ സ്റ്റീം ചെയ്യുക, ഒന്ന് ആവി പിടിക്കുക. അത് ദിവസവും 2 നേരം ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ
എന്താണ് പിമ്പിൾസ് അത് പോകുവാനും ഇനിയും വരുന്നത് തടയുവാനും, കാര്യം നമ്മുടെ ഓയിൽ സെബേഷ്യസ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം ഒന്ന് കുറയ്ക്കുവാനായിട്ട് ഈ സ്റ്റീം ചെയ്യുന്നത് സഹായിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം വെള്ളത്തിൽ ഒന്ന് ആവി പിടിക്കുന്നതും അതല്ലെങ്കിൽ പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകുന്നതും വളരെ നല്ലതാണ്. അതുപോലെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീ ട്രീ ഓയിൽ എല്ലാവർക്കും അറിയാം നല്ല ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ടീ ട്രീ ഓയിൽ അതുപോലെ സ്വീറ്റ് ആൽമണ്ട് ഓയിലും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടൺ, ഇതുപോലെ തന്നെ ഒരു കോട്ടണിനകത്ത് മുക്കി നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റിന് ശേഷം ഫേസ് നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്ത് കളയുക. അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നോർമൽ, ഇപ്പം ഗ്രീൻ ടീയുടെ ഐസ് ക്യൂബാണ് ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിൻ്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ ഒരു ഐസ് ക്യൂബ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫേസിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്യുന്നത് പിമ്പിൾസ് തടയാൻ സഹായിക്കുന്നു. അപ്പം ഈ ഒരു കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഈ ഒരു പിമ്പിൾസിനെ തടയുവാൻ സാധിക്കും. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നല്ല നിറയെ പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ വീക്കിലി നിങ്ങൾ പില്ലോ കവർ മാറ്റുക. പില്ലോ കവർ നന്നായിട്ട് വാഷ് ചെയ്ത് അതൊന്ന് കുറച്ച് സ്റ്റീം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിളപ്പിച്ച് തന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒന്ന് എടുക്കുന്നത് വളരെ, അതിനകത്തെ ബാക്ടീരിയ, കാര്യം നമ്മൾ ഉറങ്ങുമ്പോൾ പിമ്പിൾസ് പൊട്ടാനും അത് നമ്മുടെ പില്ലോയിലാവാനും അത് പിന്നെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് മൊത്തം പടരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ടീ ട്രീ ഓയിലും എസെൻഷ്യൽ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അത് ഒരു 2 ഡ്രോപ്സ് അല്ലെങ്കിൽ 1 ഡ്രോപ്സ് വീതം രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതൊരു കോട്ടണിൽ, നമുക്ക് ചെറിയൊരു കോട്ടൺ മതി, ആ കോട്ടൺ ഉപയോഗിച്ച് പിമ്പിൾസിലൊന്ന്, ഞാൻ മുമ്പേ പറഞ്ഞ സ്വീറ്റ് ആൽമണ്ട് ഓയിലും ടീ ട്രീ ഓയിലും ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് പിമ്പിൾസിന്റെ ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്യുക. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പിമ്പിൾസ് തൊടാനോ അല്ലെങ്കിൽ പിമ്പിൾസിനെ ഇങ്ങനെ ഞെക്കി നോക്കുന്ന ആ ഒരു രീതിയിലൊന്നും ടെൻഡൻസി ഉള്ളവർ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കൂടാതെ ഞാൻ ഒരു എഫക്റ്റായിട്ട് പറയുന്നതല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ പിമ്പിൾസിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടൂത്ത് പേസ്റ്റ്, അത് വൈറ്റ് ടൂത്ത് പേസ്റ്റ് നമ്മുടെ ഫേസിൽ പിമ്പിൾസ് ഉള്ള ഭാഗത്ത് വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു ദിവസം ഒരു രാത്രിയിൽ കടന്ന് രാവിലെ ഇളം ചൂടുവെള്ളത്തിൽ ലൂക്ക് വാം വാട്ടറിൽ ഒന്ന് ഫേസ് വാഷ് ചെയ്യുക. അപ്പം ഇത് ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ ഒന്ന് കുറയുവാൻ സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ പിമ്പിൾസിന്റെ കെയറിങ് അല്ലെങ്കിൽ പിമ്പിൾസ് മാറാൻ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും ഇതിൽ കുറച്ച് പ്രോബ്ലം അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തത് എനിക്ക് തോന്നുന്നു ടീ ട്രീ ഓയിലും അതുപോലെ എസെൻഷ്യൽ ഓയിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നാലും മെഡിക്കൽ ഷോപ്പിലും ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. കുറച്ച് കോസ്റ്റ്ലി ആണ്. അല്ലെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ മറ്റ് മാർഗങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഐസ് ക്യൂബ്, അതുപോലെ ഗ്രീൻ ടീയുടെ ബാഗ്, പിന്നെ ഗ്രീൻ ടീ ഐസ് ക്യൂബ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ദിവസം 2 നേരം സ്റ്റീം ചെയ്യുക, അല്ലെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യുക. ഇതൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പിമ്പിൾസിന്റെ പ്രോബ്ലം മാറുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇനിയും കുറച്ച് മാർഗങ്ങളുണ്ട്, അതൊരു വീഡിയോയിലൂടെ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഇനിയുമുള്ള കുറച്ച് ടിപ്സുകൾ മുഖക്കുരു മാറുവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫേസ് പാക്ക് ആണെന്ന്, ഫേസ് പാക്ക് അല്ല, നമുക്ക് ഫേസിൽ ഒരു ട്രീറ്റ്മെന്റ് എന്നോണം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുടെ വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.